പ്രതിയെ പേടിച്ച് ബന്ധുവീട്ടിലാണ് താമസിച്ചിരുന്നതെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖില. ആദ്യം അമ്മയെ നഷ്ടമായി, ഇപ്പോൾ അച്ഛനും പോയി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അഖില പൊട്ടിക്കരഞ്ഞു. എന്റെ അച്ഛനും കൂടി പോയി കൊടുത്തതാണ്, പിന്നെ ഇവിടുത്തെ നാട്ടുകാർ പോയി കൊടുത്തതാണ്. എന്നിട്ട് അവരെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. വിളിച്ചു വരുത്ത അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി. എനിക്കാണെങ്കിൽ ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണം. അയാൾ എന്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്ത വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് ഈ പോലീസുകാർക്കൊന്നും മനസ്സിലാവാത്തത്. അവിടെയല്ലേ ഞാനും എന്റെ അച്ഛനും കൂടി വന്നത്. 29-ാം തീയതി ഡിസംബർ 29-ാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ. ഭീഷണിപ്പെടുത്തണ എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്റെ അച്ഛൻ ഇവിടെ വന്നതാ. എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത്. ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ലേ എന്റെ അവസ്ഥ. പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് 4 വർഷം ഇരുത്തും. അതാണ് നടക്കണത്. എന്റെ അമ്മയ്ക്ക് അതല്ല അവസ്ഥ ഉണ്ടായത്. ഇപ്പൊ എന്റെ അച്ഛനും അതന്നെയല്ലേ ഉണ്ടായത്. നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അയാളെ തൂക്കിക്കൊല്ല, അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെയാണെങ്കിലും അയാൾക്ക് 4 കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം. ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല. അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. അയാൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അങ്ങനെ വിടുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യില്ലാന്ന് അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട് പോലീസിൽ വന്ന് പറഞ്ഞത്. അതും വിശ്വസിച്ചിട്ട് വിട്ടയച്ച എന്റെ അച്ഛനും അച്ഛമ്മയ്ക്കായിട്ട് പോയത്. ഇനി എനിക്ക് ആരാ ഉള്ളത്? എനിക്ക് ഭീഷണി, അയാൾ ഇങ്ങനെ ഓരോരുത്തരും കൊല്ല. അയാളുടെ ഭാര്യ പണക്കി പോയതിന് ഞങ്ങളുടെയാണല്ലോ ഇതാക്കണ്. അതിന് പറഞ്ഞ എനിക്ക് പേടിയാണ്, ഇങ്ങനെ ഭീഷണിപ്പെടുത്തണെന്നൊക്കെ പറഞ്ഞ് ഞാനും അച്ഛനും കൂടെ 29-ാം തീയതി അടുത്ത ഡിസംബറിൽ പോയി കൊടുത്തതാണ്. അപ്പൊ അവർ അന്വേഷിക്കാ പറയുന്നുണ്ട്. എന്താ അന്വേഷിക്കണം? രാവിലെ അയാൾ വിളിച്ചിട്ട് 2 പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം. അപ്പൊ അയാൾ ചോദിക്കാണ് തമാശയിൽ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന്. ഇങ്ങനെ അയാൾ എന്ത് ടൂർ പോയി കളിക്കാണോ ജയിലില്? ഇങ്ങനെ ഓരോന്ന് കൊല്ല അങ്ങനെ പോവുക ജയിലിക്ക്. ഇങ്ങനെയാണ് അയാളുടേത്. ഇനി അയാളുടെ ജയിലിക്ക് കയറ്റാൻ തന്നെയല്ലേ നിങ്ങളും പോണത്? എന്താ ഇനി എന്നെയും കൂടി കൊന്നിട്ട് പോട്ടെ. എന്റെ കുടുംബത്തിനെയാണല്ലോ എല്ലാവർക്കും കണ്ണ്. ഞാനാണ് അച്ഛൻ വരുമ്പോ ഞാനാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. അച്ഛൻ വരുമ്പോഴൊക്കെ ഞാനാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. അയാളെ പേടിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച അച്ഛൻ വന്നിട്ടില്ല, ഞാനും വന്നിട്ടില്ല. ഞാനും വരുന്നില്ല പറഞ്ഞിട്ട് അച്ഛൻ ഇന്ന് ക്ഷേമനിധി കെട്ടാൻ വേണ്ടി മാത്രം ഇന്നലെ വന്നതാണ്. ഞാൻ ക്ഷേമനിധി കെട്ടാൻ അച്ഛൻ ഇങ്ങോട്ട് വരാൻ പേടിയാണ് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ നെന്മാറയിൽ ഇരുന്നത്. ഇല്ലെങ്കിൽ ഞാനും അച്ഛൻ്റെ കൂടെ വന്നതാണെങ്കിലോ ഇവിടെ താമസിക്കാത്തത് ഇവിടെ പേടിയായിട്ടാണ്. പേടിയായിട്ട് തന്നെയാണ്. അത് 1 മാസം 1-2 മാസം 3 മാസമായി. ഡിസംബർ തൊട്ടിട്ട് ജാമ്യല്ലേ? 3 മാസമായിട്ട് നിങ്ങൾ മോള് ഇവിടുന്ന് മാറി താമസിക്കണം. പോലീസ് സ്റ്റേഷനിലേക്ക് വീട്ടിലേക്ക് പോകണം പറഞ്ഞ ഞാൻ നേരെ വന്നത് പോലീസ് സ്റ്റേഷൻ. അവിടെ എല്ലാ പോലീസും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾ അന്വേഷിക്കാൻ എന്തെങ്കിലും എന്തെങ്കിലും നടപടി എടുക്കണ്ട. വെറുതെ ഓരോന്ന് ഇങ്ങനെ വരും. ഒരു 5 ദിവസം പോലീസ് ഇവിടെ വന്ന് കളിക്കും, പിന്നെ അയാളുടെ ജയിലിൽ കൊണ്ടുപോകും. നഷ്ടപ്പെട്ടതൊക്കെ ഫുള്ള് ഞങ്ങൾക്കാണല്ലോ. ഈ കുട്ടിയുടെ കണ്ണുനീർ കാണുമ്പോൾ ആരിതിന് സമാധാനം പറയും? പോലീസിന് ഒരിക്കലും സമാധാനം പറയാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം പോലീസിന്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതകത്തിന്റെ ഒരു സംഭവമാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഈ കുട്ടിയുടെ ഓരോരോ വാക്കുകൾ അത് സത്യമായി ഞാനൊരു 4 ദിവസത്തേക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. 1.5 ലക്ഷത്തോളം ആൾക്കാർ കണ്ട വീഡിയോ ആണ്. അതിലും ഞാൻ പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ഈ കുട്ടിയുടെ വായിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കൂടി. പിന്നെ ഇപ്പോൾ കൊലപാതകം അത് സർവ്വസാധാരണം. അതൊരു പനി, ചുമ, ജലദോഷം അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മുടെ കൊലപാതകം. ആരെയും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇന്നലെ ഒരു വീഡിയോയിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വീട്ടുകാരോ നാട്ടുകാരോ കുടുംബക്കാരെയോ കണ്ട ഒരാളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ അവസ്ഥ 4 കൊല്ലത്തിന് മുമ്പ് ഈ കുട്ടിയുടെ അമ്മനെ വെട്ടിക്കൊന്നവനാണ് ഇപ്പോൾ അച്ഛനും അച്ഛമ്മനെ വെട്ടിക്കൊന്നത്. അപ്പോൾ 4 വർഷത്തിന് മുമ്പ് വെട്ടിക്കൊന്നു. അത് ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്നു, ആള് സുഖമായിരിക്കുന്നു. കാരണം ജയിലിൽ അങ്ങനല്ലേ, ആർക്ക് കൊന്നാലും ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ ആരെ വേണം കൊന്നോളൂ. ജയിലിൽ നല്ല ഭക്ഷണവും കിടക്കാൻ നല്ല സൗകര്യവും ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു ടൂറ് പോയ പോലെ ഒരു 4 വർഷത്തേക്കോ അല്ലെങ്കിൽ 5 വർഷത്തേക്കോ ഇല്ലെങ്കിൽ 14 വർഷത്തേക്കോ നിങ്ങൾ അവിടെ കിടത്തും.
പിന്നെ നിങ്ങളെ നന്നായി കുളിപ്പിച്ച് നന്നായി നല്ല മൊഞ്ചനാക്കി വിട്ടയച്ചു തരും. അതാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളം അങ്ങനെ കൊന്നവനാണ് ഇപ്പോൾ എല്ലാവരും എന്താ പറയുക, കൊന്നവനാണ് ഇപ്പം എല്ലാ ഭാഗത്തും വിലയുള്ളത്. കാരണം മരിച്ചു പോയത് ആരുടെയോ അമ്മയാണ്, ആരുടെയോ അച്ഛയാണ്, ആരുടെയോ കുഞ്ഞാണ്. അതുകൊണ്ട് പോലീസിനോ നിയമത്തിനോ ഒരു ടെൻഷനില്ല. കാരണം സ്വന്തമല്ലല്ലോ. അതുകൊണ്ടാണ് ആർക്കും ആരെ വേണമെങ്കിൽ കൊല്ലാം. അതാണ് നമ്മുടെ ഇപ്പോൾ ലോകത്തിൻ്റെ നിയമം. ഈ നിയമത്തിനാണ് ഭയമില്ലാതെ ആർക്കും ആരെയും കൊല്ലാനുള്ള ധൈര്യം കൊടുക്കുന്നത്. ഈ നിയമമാണ് ധൈര്യം കൊടുക്കുന്നത്. കാരണം നിയമം അത്ര ശക്തിയോടുണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവന് കൊല്ലാൻ ഭയം തോന്നിയേനെ. ഇത് ഭയമില്ലാത്തൊരു നിയമം നമ്മുടെ പുസ്തകത്തിൽ ഉള്ളത് കൊണ്ടാണ് ഒരു പോലീസിനും ഒരു നിയമത്തിനും ഭയമില്ലാണ്ട് ഇങ്ങനെ ചാറുവാറായി കൊല്ലുന്നത്. അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല, നമ്മുടെ നിയമത്തിന് എല്ലാവർക്കും ഭയമുണ്ട്. എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഭയമുള്ളതുപോലെ. കാരണം പോലീസിന് ഭയമില്ല, നിയമത്തിന് ഭയമില്ല. അവർക്കറിയാം ഇപ്പോൾ ദുബായിലേക്ക് പോയാൽ ഒരു 4-5 വർഷം അവിടെ ജീവിക്കണം. അച്ഛനും കാണാതെ അമ്മനും കാണാതെ അവിടെയുള്ള ആൾക്കാരുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. അതേപോലെ ജയിൽ പുള്ളികളുടെ കൂടി അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. പോയതായിരിക്കാ ഇവളുടെ അച്ഛനാ പോയത്, ഇവളുടെ അമ്മയാ, ഏതോ ഒരു പെൺകുട്ടിൻ്റെ അച്ഛനും അമ്മയെ പോയതാ. അവളെ ജീവിതം ആരെങ്കിലും നിങ്ങളുടെ ജീവിതമായി സങ്കല്പിച്ച് നോക്കണം. എന്നാലേ അതിൻ്റെ ഒരു എത്ര മനസ്സിലുള്ള ഒരു വിഷമം തോന്നും. ഇപ്പം നമുക്കിതൊരു ന്യൂസ് മാത്രം, ഇതൊരു 4 ദിവസത്തേക്ക് ന്യൂസ്. അത് കഴിഞ്ഞിട്ട് നമ്മളത് മറന്നു കളയും. പക്ഷെ ആ കുട്ടിയുടെ ജീവിതമാ 4 ദിവസത്തേക്കുള്ളതോ അല്ല, കാലങ്ങളായി അതവളെ മനസ്സിൽ കിടക്കും. ഈ 2 കുട്ടികൾക്ക് ഇപ്പം അച്ഛനുമില്ല അമ്മയുമില്ല. അങ്ങനെ ഈ ഒരു വ്യക്തി ഒരു 4 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് വന്നിട്ട് അവിടെ അങ്ങനത്തെ ഒരു എന്താ പറയുക കഷ്ടപ്പാടുണ്ടായിരുന്നെങ്കിൽ അവൻ 2ാമത് കൊല കുറ്റം ചെയ്യാൻ ഒരുങ്ങലായിരുന്നു. എന്നാലും വന്നിട്ട് അവിടെ കുറച്ച് ജയിലിൽ ഒരു നിയമമൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു നെന്മാറ പഞ്ചായത്തിൽ പോലും ഇയാളെ കാണാൻ പാടില്ല എന്ന്. അപ്പോൾ ജാമീൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ അവിടെ അയാളെ വീട്ടിലേക്ക് വരികയും, അയാൾ സ്വന്തം വീട് അപ്പുറത്തെ വീടാണ്, അപ്പോൾ വരികയും ഇവരെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കുട്ടിയും അച്ഛനൊക്കെ പോയി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. പക്ഷെ എന്ത് പ്രയോജനം? കംപ്ലൈൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ പോലീസിന് വീട്ടിലോ അല്ലാതെ വല്ല ജഡ്ജിന് വീട്ടിലോ അല്ലല്ലോ. കാരണം അവർ വരട്ടിയല്ലോ, നിങ്ങളല്ലേ സാധാരണ മനുഷ്യന്മാരെ ആര് വരട്ടിയാലെന്താ കൊന്നാലെന്താ, ഇവർ വീട്ടിലൊന്നും ആവാൻ പോകുന്നില്ല, ഇല്ലെങ്കിൽ ഇവർ മണ്ടയിലേക്ക് കയറാൻ പോകുന്നില്ല. അങ്ങനെ ഇവർ പോലീസിനെ വിശ്വസിച്ചിട്ട് ഇവരെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെ കാലിനടിക്ക് പോയി അവരുടെ കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷേ ഇവർ വന്ന് വീടൊന്നും ചുറ്റും നോക്കി. എന്നിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് നീ വരട്ടിയോ എന്ന് ചോദിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അവിടെ നല്ല എന്താ പറയുക, അമ്മായിച്ചൻ്റെ മകന് വന്ന പോലെ സംസാരിച്ചിട്ട് ഇനി വരട്ടല്ലേ കേട്ടോ, അവർ നല്ല പേടിക്കുന്നുണ്ടേ, ഇങ്ങനെ വരട്ടണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് പറഞ്ഞു വെച്ചു. അത്രയേ ഉള്ളൂ. അതിനേക്കാളും സ്വാതന്ത്ര്യം കൊടുത്ത പോലെ. അപ്പം തന്നെ അവനെ പിടിച്ച് ജയിലിലടിച്ചിട്ട് അവന് നീ എന്തിനാ അങ്ങനെ പോയത്, നിന്നോട് പോവാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ, പഞ്ചായത്തിൽ പോലും നിന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ 1 വർഷത്തോളം അല്ലെങ്കിൽ 2 വർഷത്തോളം ജയിലിൽ അവൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഇന്നും അച്ഛനുണ്ടാവാട്ടായിരുന്നു, അച്ഛമ്മയും ഉണ്ടാവട്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാണ്ട് ഇവന് കൊല്ലാൻ വേണ്ടി പിന്നെ അവർ ധൈര്യം കൊടുക്കും പോലെയാണ് അവന് വിട്ടയച്ചു. അപ്പോൾ അവൻ എന്ത് സർവ്വസാധാരണ വിചാരിക്കും, ഇനിയും കൊന്നാലും എനിക്കൊരു ചുക്കുമില്ല, പോവേണ്ടവരൊക്കെ പോകണം എൻ്റെ കയ്യിൽ നിന്ന് എന്ന് ചിന്തിച്ചിട്ട് ആ ഒരു കുട്ടീൻ്റെ ജീവൻ പോലും ആ നേരത്ത് പോകണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി അന്നത്തെ ദിവസം അച്ഛൻ വിളിച്ചിട്ടും വന്നില്ല ആ വീട്ടിലേക്ക്. ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി വരാത്തത്. എന്നിട്ടും ആ അച്ഛമ്മയും അച്ഛനും വന്നിട്ടാകുമ്പോൾ വെട്ടിക്കൊന്നു. ഇനി കൊന്നിട്ട് എന്താ കാര്യം? ഇനി അവനെ തേടി പിടിച്ച് പിന്നെയും ജയിലിലേക്ക് ഇട്ടിട്ട് പിന്നെ നല്ല ഊട്ട് കൊടുത്തിട്ട് തിന്നാൻ കൊടുത്തിട്ട് അവന് കുറച്ചും കൂടി മുഷ്ടി ഉണ്ടാക്കിയിട്ട് നല്ല പോലെ ഒരു 14 വർഷം 15 വർഷം ജയിലടിച്ച് പിന്നെ അവന് വിട്ടുകളയും. അവനൊന്നും നഷ്ടപ്പെടാനില്ല. ഒരു പട്ടിയെ കൊന്നാലും പോലും ഇവിടെ ഭയങ്കരമായിട്ട് കേസ് നടക്കുന്ന നമ്മുടെ കേരളത്തിൽ മനുഷ്യനൊരു പട്ടിൻ്റെ പോലും വിലയില്ലാണ്ട് പോകുന്ന ഒരു കേരളം നാടായി നമ്മൾ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ സത്യം? ഞാൻ എത്ര തവണ ഇങ്ങനെ പറയുന്നു, നമുക്ക് സൗജന്യത്തെ നിയമം കൊണ്ടുവരണം. കൊന്നവനെ കൊല്ലണം.
അവന് ജീവിക്കാൻ മറ്റുള്ളവന് ജീവിക്കാൻ അവൻ സമ്മതിച്ചില്ലെങ്കിൽ അവന് ജീവിക്കാൻ ഈ ദുനിയാവിൽ അർഹതമില്ല, ഒരിക്കലുമില്ല. കാരണം ഒരാളെ സന്തോഷം, ഒരാളെ സ്വപ്നങ്ങൾ ഒക്കെ തകർത്തിട്ട് അവന് കൊന്ന് കളഞ്ഞിട്ട് അതിൽ ഒരാളത് കൂടി മാത്രമല്ല അവൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അമ്മനെ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മക്കളുടെ കൂടെ പോലും സന്തോഷം സമാധാനം കളഞ്ഞിട്ട് ഇവൻ ഒരുത്തൻ സന്തോഷിക്കണമെന്നില്ല. അവനും കൂടി ഒറ്റയടിക്ക് തൂക്കുകയറ, കൊല്ലങ്ങളാക്കാൻ പാടില്ല, സ്പോട്ടിൽ തൂക്കുകയറ് കൊടുക്കണം അവനും മാത്രമല്ല ഈ കൊല്ലുന്നവർക്കെല്ലാം അങ്ങനെ കൊടുക്കണം. എന്നാലേ ഈ കേരളം ഒന്ന് രക്ഷപ്പെടും, ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും, ഈ കൊലപാതകങ്ങളിൽ നിന്ന് രക്ഷപ്പെടും നമ്മുടെ കേരളം. എത്ര മക്കൾക്ക് അച്ഛനില്ലാണ്ട്, അമ്മമാരില്ലാണ്ട്, എത്ര അമ്മമാർക്ക് മക്കളില്ലാണ്ട് ഇങ്ങനെ ജീവിച്ച് ഉരുകി ജീവിക്കുന്നത്. ഒരു നേരത്തെ ഭയങ്കര ഒരു കല്യാണം പോലെ ന്യൂസ് കാണിക്കുമല്ലാണ്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കാൻ പറ്റുന്നുണ്ടോ? അന്ന് അമ്മനെ കൊന്ന നേരത്തെ ഇവന് തൂക്കുകയറ് കിട്ടിയെങ്കിൽ ഇന്ന് അവളുടെ അച്ഛമ്മയും അച്ഛനും അവർക്ക് തുണയായിരിക്കലായിരുന്നു. ഇന്ന് അവർ ആരോരും ഇല്ലാത്തൊരു മക്കളായി മാറിയില്ലേ? ഇത്ര വിഷമുള്ള ഒരു കാര്യമാണ് ഇത് ചെയ്തത്. പക്ഷേ മനുഷ്യൻ്റെ ജീവന് വേണ്ടി ഒരു സുരക്ഷ ഇല്ലെങ്കിൽ ഒരു ജീവന് വേണ്ടി ഒരു എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അവരോടാണെങ്കിൽ പറയാനുള്ളത്, കാരണം പേടി തോന്നുന്നുണ്ട് നമുക്ക്, പുറത്തേക്ക് ചെയ്യാൻ പേടി. ഒരു പരിചയമില്ലാത്ത മുഖം നോക്കുമ്പോൾ അവർ പെട്ടെന്ന് അവർക്ക് എന്തോ നമ്മുടെ മുഖത്തിൽ എന്തെങ്കിലും അവർക്ക് എന്താ പറയുക, ദേഷ്യം തോന്നിയിട്ട് നമ്മളെ കൊന്നാൽ നമുക്ക് എന്തോ പറയാനുണ്ടോ? ഇപ്പം ആ കുട്ടിക്ക് പോലും അറിയില്ല എന്തിനാ എൻ്റെ അച്ഛൻ അമ്മനെ ഇയാൾ ഇങ്ങനെ വെട്ടിക്കൊന്നത്, ഇയാൾ ഭാര്യ പോയതിന് ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങൾക്ക് ആർക്കും പങ്കില്ല. ആ നാട് ആകെ പേടിച്ച് വിറക്കാണ് ഇയാളെ. ആ മക്കൾ, ആ ഒരു കുടുംബത്തിനെ മാത്രമല്ല അയാൾ ടാർഗറ്റ് ചെയ്യുന്നതും, മറ്റെല്ലാവരെയും അയാൾ പേടിപ്പിക്കുന്നുണ്ട്. എല്ലാവരും നാട്ടുകാർ മുഴുവൻ പോയി പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും പോലീസിനൊരു ചുക്കും ഇല്ലാണ്ടല്ലേ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ആ കുട്ടിയുടെ ഓരോരോ ചോദ്യത്തിന് പോലീസ് എങ്ങനെ മറുപടി പറയും? ഇവിടെ ആരാണ് തെറ്റുകാരൻ? കൊന്നവനല്ല, കൊന്നവന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊല്ലും. എന്നിട്ട് ഈ ഒരു പേടി കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും അവർ അതിന് വേണ്ടി നടപടി എടുക്കാത്തവരാണല്ലോ കുറ്റക്കാർ. അപ്പം ഇത് എങ്ങോട്ടാ പോകുന്നത് നമ്മുടെ ലോകം? മനസ്സിലാവുന്നില്ല, ഇനിയും ആരും അറിയുന്നില്ല. ആരുടെ ജീവനും ആർക്കൊരു വിലയില്ല. നമുക്കൊക്കെ ഒരു നേരത്തെ ഒരു സംഭവം മാത്രം. ആ കുട്ടികളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത്. കാരണം അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. അമ്മയില്ലാണ്ട് 4 വർഷത്തോളം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അച്ഛനുമായി ഒരു ബോണ്ടായിട്ട് അവർ, അച്ഛനല്ലെങ്കിൽ ബോണ്ട്, എന്നാലും അമ്മയും അച്ഛനും ഒരേ ആളായിട്ടാകുമ്പോൾ ഒരു നല്ലോണം ബോണ്ടായിട്ടാകുമ്പോൾ ഇന്ന് അച്ഛനും ഇല്ലാണ്ടായി, ഒരു അച്ഛമ്മയും ഇല്ലാണ്ടായി. ഇനി ആ മക്കൾക്ക് എന്താ ഒരു സങ്കടം വന്നാൽ ഒരു എന്തെങ്കിലും ഒന്ന് പറയണം, ഇല്ലെങ്കിൽ ഒരു ധൈര്യത്തോടെ ഒരാളെ കാണിക്കണം എന്ന് പറഞ്ഞാൽ ആരുണ്ട്? ഒരു അച്ഛനുണ്ടോ? അല്ലെങ്കിൽ ഒരു അമ്മയുണ്ടോ? കൊലപാതകം പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, മനുഷ്യൻ്റെ ജീവൻ ഒരു പട്ടീൻ്റെ വിലയില്ലാത്തൊരു പോലെയാണ്. പട്ടീനെ കൊന്നെങ്കിൽ പോലും എല്ലാവരും ചോദിക്കാനും അതിന് പറയാനും അതിന് എത്രയോ വർഷത്തെ ശിക്ഷ കൊടുക്കാനുള്ള നിയമവകുപ്പുണ്ട്. പക്ഷെ മനുഷ്യനെ കൊന്നാലോ അതിന് ചോദിക്കാനായില്ല. ഒരു കുറച്ച് ദിവസം എൻജോയ്, ഫുൾ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ജയിലിൽ എൻജോയ്, നല്ല ഭക്ഷണം കാര്യങ്ങൾ, കുറച്ച് ഫ്രണ്ട്സുമാരൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് കഴിഞ്ഞ് 14 വർഷം പോയതേ അറിഞ്ഞില്ല. പിന്നെ പുറത്തേക്ക് വരാം. പിന്നെ നമുക്ക് ആരെങ്കിലും കൊല്ലാനുണ്ടെങ്കിൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഒരാളെ കൊല്ലാം. അതിനൊരു പ്രത്യേകിച്ച് കാരണം വേണമെന്നില്ല, ഒരു ചെറിയ കാരണം മതി. അയാൾ എൻ്റെ മുമ്പിൽ തുമ്പി, ഇല്ലെങ്കിൽ അയാൾ എന്നെ നോക്കി ഇങ്ങനെ നോക്കി, ഇല്ലെങ്കിൽ എന്നെ നോക്കിയില്ല എന്നൊരു കാരണം മാത്രം മതി. കൊല്ലാനിപ്പോൾ ഒരു കാരണം വേണ്ട. അതാണ് നമ്മുടെ ലോകം, അതാണ് ഇപ്പോഴത്തെ കേരളം.